പ്രൈസ് ലോർഡ് മക്കളെ, ഞാനൊരു കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ. ഓക്കെ, ഇവിടെ എല്ലാം വണ്ടികളെല്ലാം അങ്ങനെ തന്നെ കിടക്കണം. അന്ന് ട്യൂസ്ഡേയിൽ സ്റ്റക്കായ വണ്ടികളാണ്, അല്ലെങ്കിൽ ട്യൂസ്ഡേ രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് സ്റ്റക്കായ വണ്ടികളാണ് ഈ കിടക്കുന്ന വണ്ടികളെല്ലാം. ഓക്കെ ഓക്കെ, സ്തോത്രം. ഇപ്പോൾ വണ്ടികൾ കാണാൻ പറ്റുന്നല്ലോ വെള്ളത്തിൽ കിടക്കുന്നത്. കിടക്കുന്നെല്ലാം വെള്ളത്തിൽ കിടക്കുക. ഓക്കെ, ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതൊരു സ്പിരിച്വൽ മർമ്മമുണ്ട് ഇതിനകത്ത്. ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പം ഭയങ്കര ഫാസ്റ്റിൽ ഒരാളുടെ പുറകെ ഒരാൾ ഓടി വരും. ഓക്കെ, പിന്നെയും വരുന്നുണ്ടോ, വെള്ളവണ്ടി വരുന്നുണ്ടോ, ഭയങ്കര സ്പീഡിൽ പുള്ളിക്കാരൻ വരുക. ഓക്കെ, ഭയങ്കര സ്പീഡിൽ വന്ന് ഇവിടെ വരുമ്പോഴേ പുള്ളി കാണും. ഒരുത്തൻ്റെ പുറകെ ഇങ്ങനെ ചാടി വരുന്നതാണ്. ഇവിടെ മുമ്പോട്ട് വണ്ടി പോകാൻ പറ്റത്തില്ല. എല്ലാവരും വന്നിട്ട് യൂ ടേൺ അടിച്ച് പോവാം, സ്പീഡിൽ വന്നു. ഇനി നോക്കി വേണം, ഓരോ വണ്ടികൾ കുറേ നേരം കൊണ്ട് ഞാൻ നോക്കുകയാണ്. സ്പീഡിൽ വരും, പതുക്കെ യൂ ടേൺ അടിച്ച് പോകും. അടുത്ത ആൾ വരുന്നുണ്ടേ, അടുത്ത ആൾ യൂ ടേൺ അടിച്ച് പോയേ പറ്റത്തുള്ളൂ. ഒരുത്തൻ്റെ പുറകെ ഓരോ ചാടി വരുന്നത്. ഇതുപോലെയാണ് ലോകത്തിൽ നമ്മൾ. അമ്മയും പൊട്ടക്കണ്ണൻ ഏതിലേ പോകുന്നതെന്ന് അറിയത്തില്ല. പൊട്ടക്കണ്ണൻ്റെ പുറകെ എല്ലാവരുടെ പോകും, അവസാനം കുളത്തിൽ പോയി ചാടും. വെയിലായതുകൊണ്ട് എനിക്ക് ക്ലിയർ അല്ല ക്യാമറ, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓവർ സ്മാർട്ട് ചെയ്ത് പോകുന്ന വണ്ടികളാണ് ഇടയ്ക്ക് സ്റ്റക്കായിട്ട് ഇവിടെ കിടക്കുന്നത്. ഈ കിടക്കുന്ന മൊത്തം നോക്കിക്കോ. ഇപ്പോഴത്തെ കണ്ടീഷനായി ഇവിടുത്തെ മെട്രോ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. വെള്ളം ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പോൾ എന്തോ നമുക്ക് തോടാണോ നാട്ടിലെ വഴി കണ്ടോ, വഴിയിലും വെള്ളമാണ്. താഴത്ത് നോക്കിയോ, വലിയ വണ്ടികൾക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. ഇപ്പോഴും ഇവിടെയും വെള്ളം തന്നെയാണ്. വെള്ളം കടയിലൊക്കെ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങി, വലിയ വണ്ടിയിലൊക്കെ. പക്ഷേ കാറുള്ളവർക്കൊന്നും ഇപ്പോഴും പോകാൻ പറ്റത്തില്ല. ജോലി സ്ഥാപനങ്ങളൊക്കെ ഇപ്പോഴും വർക്ക് ഫ്രം ഹോമാണ്, സ്കൂളുകൾ അടവാണ്. എനിവേ നാളെയും മറ്റന്നാളും എന്തായാലും അവധിയാവുക. ശനി ഞായർ കൂടെ തിങ്കളാഴ്ച എന്തെങ്കിലും ഹസ്ബൻഡിൻ്റെ സ്ഥലത്തൊക്കെ വെള്ളം പോകുന്നില്ല, അതാണ് പ്രശ്നം. വെള്ളം എടുത്ത് കളയുന്നുണ്ട്, ഇവിടുന്ന് വിജനമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ട് അവർ പമ്പ് ചെയ്ത് കളയുന്നു. പക്ഷേ എന്നിട്ടും വെള്ളം കുറയുന്നില്ല. ഓരോരുത്തരൊക്കെ ഹസ്ബൻഡ് പറയുന്നതായിട്ട് വെയർ ഹൗസുകളിലൊക്കെ അവരൊക്കെ അളവ് വെച്ചിട്ട് പോകും രാത്രി പോകുമ്പോൾ. എന്നിട്ട് പിറ്റേന്ന് തൊട്ട് വഴക്കാണ്, ഇതുവരെ വെള്ളം കുറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. എന്താ ചെയ്യുക? സ്തോത്രം. ഇത് എവിടുന്നോ എന്തോ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമായി ഇപ്പം നടക്കുന്നത്, അന്ത്യകാലമായത്. എല്ലാവരും ദൈവത്തെ ഭയക്കട്ടെ, ഇഷ്ടാവിനെ അറിയട്ടെ, രക്ഷനെ അറിയാൻ. ദൈവത്തിൻ്റെ സ്നേഹമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് ശിക്ഷയല്ല, ഇത് സ്നേഹമാണ്. കർത്താവ് മക്കളെ വിളിക്കുക അറിയാനായിട്ട്. സ്തോത്രം. നമ്മുടെ അന്നത്തെ കുട്ടപ്പന്മാരാണ് കേട്ടോ, നമ്മുടെ ചീരയും നമ്മുടെ തക്കാളിയും നമ്മുടെ പാലക്കും. എല്ലാവരും അന്ന് ഭയങ്കര തൂഫാൻ കാറ്റിൽ ഇങ്ങനെ ഒലഞ്ഞാടി എല്ലാവരും ഭയങ്കര. തക്കാളി ഒടിഞ്ഞു പോയി, മേലോട്ട് പോയ തക്കാളിയാണ്. ഭയങ്കര ബാക്കിയെല്ലാം നല്ലതായിട്ട് നിൽക്കോണ്ടേ. സ്തോത്രം. ഞാനിതെന്താ കാണിച്ചതെന്ന് വെച്ചാൽ, ദൈവമക്കളെക്കുറിച്ച് തന്നെയാണ്. അവർ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. ഏത് കൊടുങ്കാറ്റിലും അവർ നിലംപരിചാകുകയില്ല. വരും, കൊടുങ്കാറ്റ് വരും, പ്രശ്നം വരും, കോളിളക്കം വരും. പക്ഷേ വള്ളത്തിൽ അമരത്ത് അമ്മയും കർത്താവുണ്ട്. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം വരലും. അതൊന്നും നിലംപരിചാകില്ല. സ്തോത്രം. നമ്മുടെ നാട്ടിലെ ചീരയാണിത്. സ്തോത്രം. മെട്രോ ഒക്കെ വർക്കാവുന്നുണ്ട്. ചില മെട്രോ സ്റ്റേഷനുകളിലൊന്നും ആക്സസ് ഇല്ല. അതുകൊണ്ട് എല്ലാവരും പേടിയാണ് പോകാനായിട്ട്. ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ. പിന്നെ ഈ ചെടിയെക്കുറിച്ച് ഒന്ന് പറയാനുണ്ട് കേട്ടോ. ഇത് ഇവിടെ വലിയ ബിൽഡിങ് വരുന്നത് കൊണ്ട് മുഴുവനും പൊടിയാണ്. എത്രമാത്രം ഞാൻ ഒഴിക്കാനാണ്, വെള്ളം മേലോട്ട് ഒഴിക്കാൻ പറ്റില്ല. താഴെയുള്ള ചെടിയിലെല്ലാം ഞാൻ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തെടുക്കുമായിരുന്നു. പക്ഷേ മേളത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര വിഷമത്തിലിരിക്കുമ്പോൾ ഈ കാറ്റിൽ ഈ സൈഡിൽ നിന്നാണ് വെള്ളം തെറിച്ചത്. ഈ സൈഡിൽ നിന്ന്, ഓക്കെ, ഈ സൈഡിൽ നിന്ന് വെള്ളം തെറിച്ചോണ്ട് ഫോഴ്സ്ഫുള്ളി, നമുക്ക് അപ്പുറത്തും ബാൽക്കണി ഉണ്ട്,
ഇവിടെ ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഈ ബാൽക്കണിയിൽ വെള്ളം മുഴുവനും മേള് വരെ അടിച്ചങ്ങ് കളഞ്ഞു. മുഴുവൻ അഴുക്കും ഈ ചെടിയുടെ പോയി. അതുകൊണ്ട് മുഴുവൻ ക്ലീനായി. ഇനി ഇവർ നല്ലതായിട്ട് വളർന്നു വരും. ഇതൊരു ചെറിയ മഞ്ഞപ്പൂ കണ്ടാ, മഞ്ഞപ്പൂ വരുന്ന ഒരു ചെടിയാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാനിതിനെ ഒരു 6 മാസമായിട്ട് വിട്ടേക്കരുത്. അതുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇവരോട് സ്നേഹം തോന്നുന്നുണ്ട്. ഇതുപോലെ നമ്മളെ ഹല്ലേലൂയ. കർത്താവ് എത്ര മക്കളാണെങ്കിൽ അവനതിനെ തിരിച്ച് മടക്കിക്കൊണ്ട് വരും. നമുക്കളെ നമ്മളെ വിട്ടുപോയ ആ സ്നേഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ ആരാണെങ്കിലും കർത്താവ് കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെ നിലംപരിചാകയില്ല. അവൻ നമ്മളെ വളർത്തുമാറാക്കും. ആമേൻ. സ്തോത്രം. സോ ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.